തളരാത്ത ചുമലാണച്ഛൻ, വെയിലേറ്റും തണൽ നൽകിയ മരമാണച്ഛൻ, മഴയത്തും നനയ്ക്കാത്ത കുടയാണച്ഛൻ, ത്യാഗമെന്ന പുഴയുടെ പേരാണച്ഛൻ. ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും അനിയനും സ്കൂൾ ബസ്സിൽ വന്നിട്ട് എൻ്റെ കസിൻ ഷീജയുടെ വീട്ടിലിറങ്ങും. അവിടെ നിന്ന് അച്ഛനാണ് സ്കൂട്ടറിൽ ഞങ്ങൾ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അച്ഛൻ്റെ കൂടെ ആ സ്കൂട്ടർ യാത്ര, അതിൽ അച്ഛൻ ഒരുപാട് കഥകൾ പറയുമായിരുന്നു എല്ലാ ദിവസവും. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛനെ കൂടെ സ്കൂട്ടിലിരിക്കുമ്പോൾ ഞാൻ കൃഷ്ണൻ്റെയും ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒക്കെ കഥകൾ അച്ഛൻ പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജീസസ് ക്രൈസ്റ്റിൻ്റെ കഥ പറഞ്ഞപ്പോൾ ആ കുരിശിൽ തറയ്ക്കണമൊക്കെ കേട്ടിട്ട് ഞാൻ കരഞ്ഞ് അച്ഛൻ്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞു. അത്രയ്ക്ക് സങ്കടം വന്ന് ഞാൻ കരഞ്ഞു. കാരണം അത്ര രസമായിട്ടാണ് അച്ഛൻ കഥ പറയുക. അപ്പോൾ അതുപോലെ അച്ഛൻ ഇടയ്ക്കൊക്കെ പഠിക്കാൻ വിളിക്കും. അച്ഛൻ പഠിപ്പിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അച്ഛൻ്റെ അടുത്ത് അടി കിട്ടുമോ എന്നൊന്നും അറിയില്ല. അച്ഛനെ പേടിയായിരുന്നു അന്നൊക്കെ. പക്ഷെ അച്ഛൻ മലയാളം പഠിപ്പിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഇരുന്ന് അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം അത്ര രസമായിട്ടാണ് അച്ഛൻ ഒരു കഥ പറയുന്ന പോലെയാണ് പഠിപ്പിക്കുക. മലയാളത്തിന് എനിക്കിപ്പോൾ നല്ല മാർക്ക് കിട്ടും. അമ്മയുടെ സബ്ജക്റ്റ് സയൻസാണ്, ബയോളജി ആയിരുന്നു. അപ്പോൾ സയൻസിന് എനിക്ക് എപ്പോഴും മാർക്ക് കുറവാണ്. അപ്പോൾ അച്ഛനെപ്പോൾ റിപ്പോർട്ട് കാർഡ് എടുത്തിട്ട് അമ്മയുടെ അടുത്ത് പറയും, കണ്ടോ സയൻസ് ടീച്ചറിൻ്റെ മാർക്ക് കണ്ടോ, കാരണം മലയാളത്തിന് എനിക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കും എന്താ ചെയ്യാന്ന് വെച്ചിട്ട്. അങ്ങനെയായിരുന്നു. പിന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ പറയുമ്പോൾ എനിക്ക് അമ്മയെ ഓർക്കാതെ പറ്റില്ല. അമ്മ എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അമ്മ പോയിട്ട് 18 വർഷമായി. പക്ഷേ ഇന്നും ഞങ്ങളുടെ കൂടെ എന്നും അമ്മ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേസ് വരുമ്പോൾ അമ്മ എന്ത് വെച്ചാൽ നേരത്തെ അമ്മ അച്ഛന് ഷർട്ടോ പാൻറ്റോ മുണ്ടോ എന്താണെന്ന് വെച്ചാൽ വാങ്ങി നേരത്തെ സർപ്രൈസായിട്ട് അമ്മ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കും. പക്ഷെ അച്ഛൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. ഒരു 2 ദിവസം മുമ്പെങ്കിലും, അച്ഛൻ്റെ ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പെങ്കിലും അച്ഛൻ അതൊക്കെ ഇട്ട്, അമ്മ നോക്കുമ്പോൾ അച്ഛൻ പുതിയ ഷർട്ടും മുണ്ടോ ഇട്ടിട്ട് പുറത്ത് പോകാൻ ഇറങ്ങുമ്പോൾ വന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട്, കൊള്ളാൻ പോകുന്നു. അപ്പോൾ അമ്മ ഇത് ഞാൻ സർപ്രൈസ് തരാൻ വെച്ചതല്ലേ, ഇതെങ്ങനെ കണ്ടുപിടിച്ചു. എല്ലാ വർഷവും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല തമാശയായിരുന്നു. കാരണം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എല്ലാ വർഷവും. അതൊക്കെയാണ് അന്ന് ഞങ്ങൾ നല്ല തമാശയായിരുന്നു അതൊക്കെ. പിന്നെ അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത്, അതായത് 25 വർഷം കണ്ടിന്യൂസ് വിളിച്ചിട്ടാണ് ഇപ്പോൾ അച്ഛൻ ദുബായിൽ വന്നത് ആദ്യമായിട്ട്. അപ്പോൾ അച്ഛനിവിടെ വന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും പരിചയപ്പെട്ടു. എല്ലാ സ്ഥലത്തും അച്ഛനെ കൊണ്ടുപോയി. അപ്പോൾ 15 ദിവസം അച്ഛനോട് ഉണ്ടായിരുന്നു. ആ 15 ദിവസം കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അച്ഛൻ ഒരുപാട് പ്രിയപ്പെട്ടവരായി. അവർക്കും അച്ഛൻ്റെ കഥകൾ കേട്ടിരിക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് ദിവസം വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് അച്ഛനോട് ഉണ്ടായിരുന്നപ്പോൾ. എന്തായാലും ഇങ്ങനെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരുപാട് സന്തോഷം. അച്ഛനെന്നും നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരുപാട് തിരക്കുകളും യാത്രകളും ഒക്കെ ആയിട്ട് എന്നും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ, നല്ല ഓർമ്മകളിൽ ഇന്നും നിൽക്കുന്നത് ഒന്ന്, അച്ഛൻ ഭയങ്കര ദാനശീലമാണ്. ആരിഷ്ടപ്പെട്ട എന്തെങ്കിലും കയ്യിലിരിക്കുന്ന ചോദിച്ചാൽ കൊടുത്തിട്ട് വരും. അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ എനിക്കൊരു സ്കൂൾ ടൈമിലാണെന്ന് തോന്നുന്നു, നല്ലൊരു ഷർട്ട് ഉണ്ടായിരുന്നു, നല്ല ഒരു റെഡ് കളർ ചെക്ക്. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് അച്ഛൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു പച്ച കളർ ഒരു പ്രസ് ബട്ടണൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷർട്ട് ഇട്ട്, അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അച്ഛൻ ഒരു പുതിയ ഷർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ ചുവപ്പ് ഷർട്ട് ഇട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ പിയൂണൊരു മധുച്ചേട്ടനുണ്ട്, മധുച്ചേട്ടൻ ആ ഷർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അത് ഊരി കൊടുത്തിട്ട് മധുച്ചേട്ടൻ്റെ ഷർട്ട് വിട്ടാൽ തിരിച്ചു വന്നേ. പിന്നെ സിസ്റ്റർ എന്ത് കൊണ്ട് കൊടുത്താലും അതെല്ലാം നമ്മുടെ നാട്ടുകാർക്ക് അച്ഛൻ മോള് കൊണ്ടുവന്നതാണ് എന്നും പറഞ്ഞ് നാട്ടുകാർക്ക് കിട്ടും. അങ്ങനത്തെ ഒരു നല്ല സ്വഭാവം കൂടെ ഉണ്ട് അച്ഛന്. അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിച്ചറിയാനുണ്ട്. അച്ഛൻ ദുബായിൽ വന്നപ്പോഴും ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. അഥവാ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ അച്ഛൻ അതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞില്ല. അച്ഛൻ ഇങ്ങനെ ഓരോ കൊല്ലം കഴിയും തോറും ചെറുപ്പമായിട്ട് വരുന്നതിൻ്റെ രഹസ്യം എനിക്ക് എന്താണെന്ന് അറിയണം. കാര്യം നമുക്കും അതേപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. പിന്നെ ഐ ജസ്റ്റ് വാണ്ട് ടു വിഷ് യു അച്ഛ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ, ലവ് യു.
ഹാപ്പി ബർത്ത്ഡേ അച്ചാച്ച. ഹാപ്പി ബർത്ത്ഡേ അച്ഛ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. Hello Apapa, happy birthday. I hope you have a good birthday in Trivandrum. So, I'm saying this in English because I can't convey it properly in Malayalam, but I really admire everything that you're doing at your age and how involved you are in your community and how much passion you put into everything you're doing. Yeah, and I think you're an inspiration to everyone who knows you and even my friends who I've told about a little bit about you. And yeah, I'm proud that you're my grandfather. Happy birthday. ഹാപ്പി ബർത്ത്ഡേ അപ്പൂപ്പ. അപ്പൂപ്പനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അടുത്ത പ്രാവശ്യം അപ്പൂപ്പ ദുബായിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വരും, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ കാണാം. ഐ ലവ് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. എൻ്റെ പ്രിയപ്പെട്ട അച്ചാച്ചന് 1000 ജന്മദിന ആശംസകൾ. ഇനിയും നമ്മുടെ കൂടെ ഒരു 150 വർഷം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. അച്ചാച്ചന് എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. ജന്മദിന ആശംസകൾ. പിന്നെ നമ്മുടെ പള്ളത്ത് വീട്ടിലെ നിത്യഹരിത നായകൻ ഡോക്ടർ CV ജയകുമാർ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ സാർ. 22 വർഷമായി കാണാൻ തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ വലിയ വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയും അതേപോലെ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി വർഷങ്ങളോളം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹായ് കൊച്ചച്ച. ഹാപ്പി ബർത്ത്ഡേ. വിഷ് യു എ വെരി ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് കൊച്ചച്ച. ലവ് യു. ബാബുമാമ, പള്ളത്ത് വീട്ടിലെ മമ്മൂട്ടിക്ക് എല്ലാവിധ ജന്മദിനാശംസകൾ. Now you are young, still young. Happy birthday, Mama. Happy birthday, Mama. Okay, thank you. Many happy returns of the day, dear Kochicha. May this year and all the years to come be full of happiness, good health and prosperity. Happy birthday, Valisa. God bless you. Happy birthday, Appupa. Happy birthday, Appupa. ഹാപ്പി ബർത്ത്ഡേ വലിച്ച. Happy birthday, Valicha. Live long, healthy and happy. Greetings, Babata, on your special day. From my interactions with you, I've gathered that your twin passions are education and environmental conservation. Your achievements in these areas are commendable and worthy of emulation. I'm sure in the days to come, you'll continue to be active in these areas and also in maintaining close ties with your family spread across the country and the world. I forgot to mention your irrepressible sense of humor, which is legendary. Wishing you health, happiness and success in your future ventures. Happy birthday, Babata. Happy birthday, Babata. Hi. Happy birthday, Babata. ഹായ് ബാബട്ട. സ്നേഹം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ. ഓക്കെ. ഹായ് അങ്കിൾ. ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതകാലത്ത് സാമൂഹികവും പാരിസ്ഥിതികവുമായി എല്ലാ കർമ്മമണ്ഡലങ്ങളിലും നന്നായി തിളങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ സാർ. ഹായ് പുപ്പ. നല്ലൊരു ദിവസവും എൻ്റെ ജന്മദിനാശംസകളും ഞാൻ നേരുന്നു. ഹലോ. വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. എപ്പോഴും ബ്ലെസ്ഡ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ബൈ ബൈ. Valicha, happy birthday. Stay healthy and stay blessed always. ഹായ്. ബാബു സാറിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. നമസ്കാരം. ഞാൻ ജയരാജ് തോട്ടവാരം പരേതനായ റിട്ടയർഡ് CI സൈമൺ സാറിൻ്റെയും കമലാബായി ടീച്ചറുടെ മകൻ, നമ്മുടെ ഒരു വളരെ അടുത്ത കുടുംബ സുഹൃത്താണ് ശ്രീ CV ജയകുമാർ ബാബു സാർ. ഒരു കുടുംബത്തിലെ അംഗം പോലെ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത കുടുംബത്തിൽ സഹകരിക്കുന്ന സ്നേഹമുള്ള സാറ് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും വിശേഷ അവസ്ഥകളിലും ആവശ്യങ്ങളിലും എല്ലാം ഒരുമിച്ച് നന്നായി സഹകരിക്കുന്ന വളരെ സമർത്ഥനായ ഒരു ആളാണ്.
അദ്ദേഹം ദേശീയ അധ്യാപക അവാർഡ് ലഭിക്കുകയുണ്ടായി. നമ്മുടെ പ്രദേശത്തുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് പ്രകൃതി സ്നേഹവും നദീ സംരക്ഷണവും സാംസ്കാരിക മേഖലകളിലൊക്കെ ഒട്ടനവധിയായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സാക്ഷരതയിലും മറ്റ് സാധാരണ ജനങ്ങളുടെയിലും വളരെ ശ്രദ്ധയാർന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വളരെ അവിസ്മരണീയമാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി, സ്നേഹമുള്ള ടീച്ചർ ചില വർഷങ്ങൾക്ക് മുൻപ് സാറിനെ വിട്ട് പിരിഞ്ഞു പോയി. ആ ഓർമ്മകൾ ഇന്നും മനസ്സിൽ നിലനിൽക്കുന്നു. സാറിന് 2 മക്കളാണ്. രണ്ടുപേരും വ്യത്യസ്ത മേഖലകളിൽ വളരെ സ്തുത്യർഹമായ നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. സാറിൻ്റെ ജീവിതത്തിൽ ഒട്ടനവധിയായ കാര്യങ്ങൾ നമുക്ക് അനുകരിക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഈശ്വരൻ ദീർഘായുസ്സും എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. കൂടുതൽ നന്മകൾ ജീവിതത്തിൽ പ്രാപിപ്പാൻ അദ്ദേഹത്തിന് ദൈവം ഇടയാക്കട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെ എല്ലാവിധമായ ഊഷ്മളമായ സ്നേഹ ആശംസകൾ ഈ സമയം ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ട ബാബു സാറിന് ജന്മദിനാശംസകൾ. സാറിനെ കുറിച്ച് എന്താ പറയുക, ഞങ്ങളുടെ എല്ലാം സുഹൃത്ത്, വഴികാട്ടി, എന്തിനും ഏതിനും നമുക്ക് പെട്ടെന്ന് സമീപിക്കാൻ പറ്റുന്ന ഒരു ശ്രേഷ്ഠമായ വ്യക്തിത്വം. നമ്മൾ എന്താവശ്യം വന്നാലും നമ്മുടെ വിരലുകൾ പോകുന്നത് സാറിൻ്റെ നമ്പറിലേക്കാണ്. എന്ത് കാര്യം, ഒരു ഓഫീസിലെ കാര്യമായാലും ശരി, ഒരു വിദ്യാഭ്യാസപരമായ കാര്യമായാലും ശരി, എന്തെങ്കിലും സാമ്പത്തിക വിഷയങ്ങളായാലും ശരി, എവിടെയും സാറിനൊരു ബന്ധം ഉണ്ടാകും. ഈ കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും സാറിനൊരു ബന്ധം ഉണ്ടാകും. സാറിനെ കുറിച്ച് പറയാൻ 100 കാര്യങ്ങളും 100 അനുഭവങ്ങളും. ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള ഒരു അനുഭവം, എൻ്റെ വൈഫിനിടയ്ക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നം വന്നു. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാറ് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ വൈഫിനെ കൊണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാണ് സാർ. അതെവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നെയ്യാർ മെഡിസിറ്റിയിൽ പോവുകയാണ്. ശരി, നീ പോകൂ. ഞാൻ അവിടുത്തെ MD സാറിൻ്റെ സുഹൃത്താണ്, ഡോക്ടർ ഹരീന്ദ്രൻ. ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ച് പറയാം, അവിടെ വേണ്ട സൗകര്യമൊക്കെ ചെയ്തു, നീ പോയിട്ട് എന്നെ വിളിക്കുക. ശരി, ഞാൻ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തന്നെ മറ്റൊരു സുഹൃത്ത് എന്നെ വിളിക്കുകയാണ്, നിങ്ങൾ ഇറങ്ങിയ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ റെഡിയായിക്കൊണ്ട് നിൽക്കുകയാണോ? അപ്പോൾ ഇല്ല, ഞാൻ വരുന്നു, വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ആ സുഹൃത്ത് വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു കവറ് തരുന്നു. ഞാൻ ആ കവറ് തുറന്ന് നോക്കുമ്പോൾ ഇത് 25,000 രൂപയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് സാറ് തന്നയച്ചതാണ്. എന്നിട്ട് സാറ് എന്ത് പറഞ്ഞു, അത് തരാൻ പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയല്ലേ, നിങ്ങൾ തരാൻ പറഞ്ഞു. ശരി, ഞാൻ തൽക്കാലം വാങ്ങിച്ചു വെച്ച് ആ വെറുതെ ഹോസ്പിറ്റലിൽ പോയി അത്യാവശ്യ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് അത്യാവശ്യ കാശിൻ്റെ ഉണ്ടായിരുന്നു സാറെന്ന്. അത് നീ ഹോസ്പിറ്റലിൽ പോയല്ലേ, ഇരിക്കട്ടെ, എനിക്കൊരു ധൈര്യത്തിന് വേണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് ആവശ്യം. അറിഞ്ഞ് ആരെയും സഹായിക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി അദ്ദേഹത്തിൻ്റെ. അതാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഇപ്പം റീസെൻ്റായിട്ട് നടന്നത് ഇതുപോലുള്ള 100 കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വമാണ് ബാബു സാർ. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ. ഇനിയും കുറേ കാലം ഇതേ ആരോഗ്യത്തോടെ, ഇതേ യൗവനത്തോടെ കഴിയാനുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട ബാബു സാറിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. ഹലോ, ഞാൻ ഹരികുമാർ, മാറത്തല്ലൂർ സ്വദേശിയാണ്. ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീമാൻ CV ജയകുമാർ സാറിൻ്റെ ജന്മദിനമാണ് എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് ഹൃദ്യമായ ജന്മദിനാശംസകൾ നേരുന്നു. അദ്ദേഹം നല്ലൊരു അധ്യാപകനും നല്ലൊരു പ്രഥമ അധ്യാപകനും അതിലുപരി നല്ല സാമൂഹിക പ്രവർത്തകനുമാണ്. റിട്ടയർ ചെയ്തതിന് ശേഷവും സമൂഹ നന്മയ്ക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കട്ടെ എന്ന് ദീർഘനാൾ അദ്ദേഹത്തിന് ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മാർഗദർശിയായും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഹൃദ്യമായ ജന്മദിനാശംസകൾ നേരുന്നു. നമ്മളെ ബാബു സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ ആരോഗ്യവും സൗഖ്യവും ദീർഘായുസ്സും
ലഭിക്കുവാൻ വേണ്ടി ആശംസിക്കുന്നു. Many, many happy returns of the day. Sir, many, many happy returns of the day. ഹാപ്പി ബർത്ത്ഡേ അച്ഛ. ദീപമോളാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അച്ഛ. Uncle, many, many happy returns of the day. May God bless you with a happy and healthy year. Happy Happy birthday, Uncle. ഹലോ അങ്കിൾ, വിഷ് യു വെരി 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 ഹാപ്പി ബർത്ത്ഡേ. എന്നും ഇതുപോലെ എവർഗ്രീനായിട്ടും യങ് ആയിട്ടും ഹാൻഡ്സമായിട്ടും ഇരിക്കണേന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അർച്ചനയും അതെ, അർച്ചനയുടെ അച്ഛനും അതെ, എവിടെ പോയാലും നിറയെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രണ്ട് പേഴ്സണാലിറ്റീസാണ്. അതുപോലെ തന്നെ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന രണ്ട് റോൾ മോഡൽസാണ്. അപ്പോൾ ഇനിയും നിറയെ ആൾക്കാരെ സന്തോഷിപ്പിക്കാനും എല്ലാവരെയും ഇതുപോലെ പോസിറ്റീവായിട്ട് ഇൻസ്പയർ ചെയ്യാനും എല്ലാ ആരോഗ്യവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൺസ് അഗൈൻ വിഷിംഗ് യു വെരി 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 ഹാപ്പി ബർത്ത്ഡേ ടുഡേ ആൻഡ് ഫോർ അനദർ 100 years. Happy birthday, Acha. Many happy returns of the day. God bless you, Acha. അച്ഛാ നമസ്കാരം. അച്ഛാ ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഒരു 56ാം ജന്മദിനാശംസകൾ കാവ്യ ആർട്സിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. എല്ലാ സമയത്തെയും പോലെ ഇത്ര ചിരികളും തമാശകളുമായിട്ട് സന്തോഷമായിട്ടുള്ള ജീവിതം തരട്ടെ. ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അങ്കിളെ പറ്റി എപ്പോഴും ഓർക്കും. അങ്കിളിപ്പോൾ പറഞ്ഞു പോയത് ഓർക്കുക വല്ലപ്പോഴും എന്ന് പറഞ്ഞു പോയിട്ട് എപ്പോഴും ഞങ്ങൾ ഓർക്കും. എന്തെങ്കിലും കാരണം കൊണ്ട് എല്ലാ ആഴ്ചയും അങ്കിളിനെ ഓർക്കും. അങ്കിളിൻ്റെ ഈ ബർത്ത്ഡേ സമയത്ത് അങ്കിളിന് എല്ലാവിധ സമ്പൽ സമൃദ്ധമായ ആരോഗ്യപരമായ ഒരു നല്ല ബർത്ത്ഡേ വിഷസ് തരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. അങ്കിളിന് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അന്നിവിടെ വന്നതും നമ്മുടെ കൂടെ കുറെ സമയം സ്പെൻഡ് ചെയ്തതും നല്ല അനുഭവമായിരുന്നു. പിന്നെ നമുക്ക് തോന്നിയത് അങ്കിൾ ഒരു യൂണിവേഴ്സിറ്റിയാണ് ആക്ച്വലി. പറഞ്ഞാൽ തീരാത്ത കഥകളും അതുപോലെ തന്നെ നന്നായി കവിത സരസമായിട്ട് സംസാരിക്കുന്നതും വളരെ നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു. അതുപോലെ തന്നെ സൗഹൃദത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് വിശദമായിട്ട് പറഞ്ഞു തന്നു. പിന്നീടും ഒരു വീഡിയോ ഒക്കെ അയച്ചു തന്നത് അതെല്ലാം ഇറ്റ് വാസ് വെരി ഹാർട്ട് ടച്ചിങ്. എന്തായാലും എല്ലാ ആശംസകളും നന്നായിരിക്കട്ടെ. എല്ലാ ആരോഗ്യവും ആയുസ്സും എല്ലാം ഇതുപോലെ തന്നെ ഉഷാറായിക്കോട്ടെ. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. വിഷിംഗ് യു വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഈ ജന്മദിനത്തിൽ അങ്കിളിന് നല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ. അപ്പോൾ അടുത്ത ബർത്ത്ഡേ നമ്മൾ ദുബായിലായിരിക്കും ആഘോഷിക്കുക. ഓക്കെ. ഹലോ അങ്കിൾ, ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ആയുരാരോഗ്യ സൗകര്യങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. അങ്കിളിന്റെ ജന്മദിനത്തിൽ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ ഓൾസൺ. താങ്ക് യു. ഹലോ അങ്കിൾ, പിറന്നാൾ ആശംസകൾ അങ്കിളിന്. അങ്കിളിന് ഇതുപോലെ ഒരുപാട് കാലം ചുറുചുറുക്കോടെ അങ്കിൾ എപ്പോഴത്തെയും പോലെ സ്മാർട്ടായിട്ട് ഒരുപാട് പിറന്നാൾ ആഘോഷിക്കാൻ പറ്റട്ടെ. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. അങ്കിൾ UAE വന്ന് നമ്മളോടൊക്കെ സംസാരിച്ച് നമ്മളെയൊക്കെ കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അർച്ചനയ്ക്ക് എവിടുന്ന് അത്ര സ്മാർട്ട്നെസ് കിട്ടിയെന്ന്. അങ്കിളിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. അങ്കിളിന് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട്.
വിചാരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. ആശംസകൾ നൂറു നൂറാശംസകൾ ആശംസകൾ നൂറു നൂറാശംസകൾ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ തിരിക്കണം. അതിനെ കോടീശ്വരനായാലും കടത്തിണ്ണയിൽ കിടക്കുന്നവനായാലും ശരി, സകലതും കൂടുതുണി വരെ ഉപേക്ഷിച്ചു പോകേണ്ട ആളുകളാണ് നമ്മൾ ഈ ഇപ്പോൾ ചിരിച്ചും കളിച്ചും കഴിയുന്ന ജീവിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് അവയവദാനം മഹാദാനമാണ്. ദാനമായി തന്നൊരീ ജന്മത്തിനായി എന്റെ മാതാപിതാക്കളെ നന്ദി. നന്ദി ഗുരുബോധനെ തോഴരെ എന്നുடைய നല്ല സതീർഘ്യരെ നന്ദി. ദുരിത പഥങ്ങളിൽ താങ്ങായി നിന്നൊരു പ്രിയ സഖി ആയിരം നന്ദി. ഹൃദയാശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടെന്റെ എളിയ സാഷ്ടാംഗ പ്രണാമം.